ഹോർമുസിന് പുറമെ ബാബുൽ മന്ദബും അടക്കുന്നതിനെക്കുറിച്ച് ഇറാൻ ആലോചിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട യാത്ര കടലിടുക്കാണ് ബാബുൽ മന്ദബ് എന്ന് പറയുന്നത്. ഹോർമുസ് കഴിഞ്ഞാൽ വളരെ പ്രാധാന്യം ഈ കടലിടുക്കുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. ഇവിടെ നിന്നും അറേബ്യൻ കടലിലേക്ക് പോകാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നിലനിൽക്കുന്നത്. അപ്പോൾ ചെങ്കടൽ കഴിഞ്ഞാൽ പിന്നീട് ബാബുൽ മന്ദബിൻ്റെ അതിർത്തി ഭാഗമാണ് വരുന്നത്. ഈ ഭാഗം അടക്കുന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ ഇറാൻ ആലോചിക്കുന്നത്. ഹൂത്തികളുടെ ഏറെക്കുറെ നിയന്ത്രണത്തിലാണ് ഈ ഭാഗങ്ങൾ വരുന്നത്. ഹൂത്തികൾ എന്ന് പറയുന്നത് ഇറാൻ്റെ പ്രോക്സി വിഭാഗമാണ്. അവർക്ക് വേണ്ടിയിട്ടുള്ള ഏത് തരത്തിലുള്ള സഹായങ്ങളും എല്ലാ കാലത്തും ഹൂത്തികൾ ചെയ്യാറുണ്ട്. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം ഇറാനെ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയൊരു ആക്രമണം നടക്കുമ്പോൾ അതിനോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സർവ്വ മേഖലയും അടക്കുക എന്നുള്ളതാണ്. ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് നിബന്ധനകൾ ഇറാൻ മുന്നോട്ട് വെച്ചതോടുകൂടി ഇറാന്റെ ഭാഗത്തേക്കും മറ്റ് ഭാഗങ്ങളിലേക്കും പോകുന്ന കപ്പലിനെ തങ്ങളും തകർക്കുമെന്ന് അല്ലെങ്കിൽ ആക്രമിക്കുമെന്നുള്ള തരത്തിലുള്ള ഭീഷണിയാണ് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതോടെ ഈ മേഖല വലിയ പ്രതിസന്ധിയിലായതോടനുബന്ധിച്ചാണ് ചെങ്കടൽ കേന്ദ്രീകരിച്ചുകൊണ്ടും അതിനോടനുബന്ധിച്ചുള്ള ബാബുൽ മന്ദബ് കേന്ദ്രീകരിച്ചുകൊണ്ടും ആക്രമണം നടത്താൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഈ മേഖലയുള്ള കടലിടുക്ക് അടക്കാനോ തീരുമാനിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതോടെ ആകെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം. പ്രശ്ന പരിഹാരത്തിനപ്പുറം പ്രശ്നം സങ്കീർണമാകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. സ്വതന്ത്ര പാതയായിട്ടായിരുന്നു ഹോർമുസ് കടലിടുക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ അമേരിക്കയുടെ ആക്രമണത്തോടു കൂടിയാണ് ഈ മേഖലയിൽ നിയന്ത്രണങ്ങൾ ഇറാൻ ഏർപ്പെടുത്തിയതും അതോടൊപ്പം തന്നെ ചുങ്കം വേണമെന്നുള്ള നിലപാടെടുക്കുകയും ചെയ്തത്. ഇത് രണ്ടിനെയും അതിജീവിക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ അമേരിക്കക്ക് സാധിക്കാതെ പോകുന്നു എന്നൊരു പ്രത്യേകതയുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വിലയിരുത്തുന്ന സമയത്ത് യുദ്ധം കൊണ്ട് ഇറാനെ പരാജയപ്പെടുത്തുക എന്നുള്ളത് മണ്ടത്തരമാണ്, അതൊരിക്കലും അസാധ്യമാണ് എന്ന് അമേരിക്കയുടെ ഇൻ്റലിജൻസ് തന്നെ അമേരിക്കക്ക് അല്ലെങ്കിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വളരെ കൃത്യതയോടുകൂടി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. യുദ്ധം എന്താണെന്നുള്ളതും യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പ്രവർത്തിക്കുന്നതിന് മുൻപായി ശത്രു രാജ്യത്തിൻ്റെ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും അറിയാതെ പോകുന്നത് നമ്മൾക്ക് വലിയ രീതിയിലുള്ള പരാജയം ഉണ്ടാക്കുന്നു. അതാണ് ഇവിടെ ഇറാനുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയത്തിൽ കാണാൻ വേണ്ടി സാധിച്ചത്. ഇപ്പോൾ നിലവിൽ അമേരിക്ക ഇസ്രായേലിനെയും ഇസ്രായേൽ മൊസാദിനെയും ഒക്കെ പൈ പറഞ്ഞിരിക്കുകയാണ്. യുദ്ധം നടക്കുന്നുണ്ടെങ്കിൽ പോലും അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് മൊസാദ് നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇറാനെ ആക്രമിക്കാൻ വേണ്ടി തയ്യാറെടുപ്പ് നടത്തിയത് എന്ന് ഇസ്രായേൽ പറഞ്ഞതുകൊണ്ടാണ് അത് ഇറാനെ ആക്രമിക്കാൻ വേണ്ടി തയ്യാറെടുപ്പ് നടത്തിയതെന്ന് അമേരിക്കയും പറയുന്നു. എല്ലാവരും ഇപ്പോൾ കുടുങ്ങിയിരിക്കുകയാണ്. യുദ്ധത്തിൽ നിന്ന് ഇട്ടെറിഞ്ഞ് പോരാൻ പറ്റില്ല, എന്നാൽ യുദ്ധം വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റില്ല. കടലിടുക്കുമായിട്ട് ബന്ധപ്പെട്ടാണ് സാമ്പത്തിക രീതികൾ, അത് പെട്രോളിയവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മറ്റു ലോക രാജ്യങ്ങളിലേക്ക് എത്തുന്നത് ഈ പറയപ്പെട്ട ചെറിയ കടൽ തീരം അല്ലെങ്കിൽ ചെറിയ കടൽ പാത ഉപയോഗിച്ചുകൊണ്ടാണ്. അതിൽ ഒന്ന് ഹോർമുസിൻ്റെതാണ്, അത് ഇറാൻ്റെ കൺട്രോളിലാണ്. അതോടൊപ്പം തന്നെ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളെല്ലാം ഹൂത്തികളുടെ കൺട്രോളിലാണ്. അപ്പോൾ ഇവരുടെ കൺട്രോളിലാണ് കാര്യങ്ങൾ വരുന്നത്. അങ്ങനെ വരുന്ന സമയത്തുള്ള വിഷയം എന്ന് പറഞ്ഞാൽ ഇവരുമായി ഉടക്കുന്ന ഒരു പ്രശ്നം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതിസന്ധിയോ കാര്യങ്ങളോ ഉണ്ടായാൽ ഈ കടലിടുക്ക് ഇവർക്ക് അടക്കാൻ വേണ്ടി പറ്റുമെന്ന് മാത്രമല്ല, കപ്പലിനെ ആക്രമിക്കുമെന്ന് പറയുന്ന സമയത്ത് എല്ലാ കപ്പലുകൾക്കും സുരക്ഷിതത്വം ഒരുക്കാൻ വേണ്ടിയിട്ട് ഒരു രാജ്യത്തിന് സാധിക്കില്ല. 2000-ലധികം കപ്പലാണ് ഹോർമുസിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ കാത്തു കെട്ടിക്കിടക്കുന്നത്. അപ്പോൾ ഈ കാത്തു കെട്ടിക്കിടക്കുന്ന സമയത്തുള്ള അതിൻ്റെ വേറൊരു വിഷയങ്ങളും അതിനോടനുബന്ധിച്ച് വരുന്നുണ്ട്. ഇതിലുള്ള ആയിരക്കണക്കിന് ജീവനക്കാർക്ക് ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കാൻ അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം വലിയ പ്രയാസമാണ്, ആശങ്ക ജനിപ്പിക്കുകയാണ്. സാധാരണഗതിയിൽ കാറ്ററിംഗ് സർവീസ് പെട്ട ആളുകളാണ് ലാൻഡിങ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ നങ്കൂരമിട്ടിരിക്കുന്ന കപ്പലിലേക്ക് ബോട്ട് മാർഗം ഭക്ഷണം എത്തിക്കുന്നത്. മാന്യമായിരിക്കുന്ന ഒരു പണമാണ് അവിടെ കൊടുത്തിരുന്നത്. അത് കൊണ്ട് രണ്ട് കൂട്ടരും തൃപ്തരാണ്. വാങ്ങുന്നവർക്കും തൃപ്തിയുണ്ട്, അതുപോലെ തന്നെ കൊടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാന്യമായിരിക്കുന്ന ലാഭം കിട്ടുന്നുണ്ട്. ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഭക്ഷണം എത്തിക്കാൻ വേണ്ടി ബോട്ടുകൾ തയ്യാറാകുന്നില്ല. അതൊരു ജീവൻ മരണ പോരാട്ടമാണ്. കാര്യം ഏതെങ്കിലും തരത്തിലൊരു ആക്രമണം ഏതെങ്കിലും ഭാഗത്തുനിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബോട്ട് പോകുമെന്ന് മാത്രമല്ല ജീവൻ പോലും നഷ്ടപ്പെടും. അപ്പോൾ എത്ര പണം കൊടുത്തിട്ടാണെങ്കിലും ഈ ഒരു സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കാറ്ററിംഗുകാരില്ല എന്ന് പറയുന്ന സമയത്ത് ഇവരെ സംബന്ധിച്ചിടത്തോളം കുടിവെള്ളം പോലും പ്രയാസമാകുന്നൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. വേറെ ഏതെങ്കിലും രീതിയിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ വേണ്ടിയിട്ട് അതിനും സാധിക്കാത്ത രീതിയിലുള്ള പ്രയാസങ്ങൾ നിലവിലെ സാഹചര്യത്തിൽ ഉണ്ട് എന്നുള്ളത് ഈ മേഖല എത്രത്തോളം ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത് എന്നതിൻ്റെ
ഏറ്റവും വലിയ തെളിവായിട്ട് നിൽക്കുകയാണ്. ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ ഈ വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിന് സമ്പൂർണ്ണമായിരിക്കുന്ന അവസാനമുണ്ടാവും. പിന്നീട് ഒരു യുദ്ധത്തിലേക്കാണ് നീങ്ങുന്നതെങ്കിൽ ഇപ്പോഴത്തെ നിലവിലെ ഇറാൻ്റെ അവസ്ഥയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് ചില റിപ്പോർട്ടുകൾ. റഷ്യൻ മാധ്യമങ്ങളൊക്കെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രാധാന്യത്തോടുകൂടി റിപ്പോർട്ടായിട്ട് പുറത്തു വിട്ടിട്ടുണ്ട്. അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: അവരുടെ കൈവശത്തിൽ ഒളിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ ആയുധങ്ങളും പുറത്തെടുക്കുന്ന തകൃതിയായിരിക്കുന്ന പ്രവൃത്തിയാണ് ഇറാൻ്റെ അകത്ത് ഇപ്പോൾ നടക്കുന്നത്. സർവ്വ മേഖലയിലും അവർ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, സർവ്വ മേഖലയിലും അവർ ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം പുറത്തെടുത്തുകൊണ്ട് ഇനിയൊരു യുദ്ധം വരികയാണെങ്കിൽ മാരകമായിരിക്കുന്ന തിരിച്ചടിക്ക് തയ്യാറെടുക്കുകയാണ്. അതോടൊപ്പം ഇറാൻ്റെ അകത്ത് നിർമ്മിതമായിരിക്കുന്ന മിസൈൽ നിർമ്മിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വളരെ വേഗത്തിലും ഫാസ്റ്റായിട്ടും ഇപ്പോൾ നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 40-ലധികം ഫാക്ടറികൾ, ആയുധ നിർമ്മാണ ഫാക്ടറികൾ ഇറാൻ ഉണ്ട് എന്നാണ് പറയുന്നത്. ചില റിപ്പോർട്ടിനകത്ത് 200-ലധികം എന്നൊക്കെ പറയുന്നുണ്ട്. ഇറാനിൽ മാത്രമല്ല ഇറാൻ ഫാക്ടറികൾ, ഇറാൻ്റെ പുറത്ത് പല രാജ്യങ്ങളിലുണ്ട് എന്ന റിപ്പോർട്ടും പുറത്ത് വന്നതാണ്. അപ്പോൾ ഈ യുദ്ധത്തിലേക്ക് അമേരിക്ക എത്തിക്കുന്നൊരു സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അവർക്കൊരിക്കലും തിരിച്ചടി അവർക്കൊരിക്കലും പിന്നീട് ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാവാത്ത വിധമുള്ള നശീകരണം അവർക്ക് മേലെ ഉണ്ടാക്കുക എന്നുള്ളത് ലക്ഷ്യമാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇറാൻ മുമ്പ് പറഞ്ഞിരിക്കുന്ന വളരെ കൃത്യമായിരിക്കും ഒരു നിലപാടുണ്ട്. ഇറാന് നേരെ യുദ്ധം നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ കെടുതികളും പ്രയാസങ്ങളും തങ്ങൾ മാത്രമല്ല ലോകം മുഴുവനും അനുഭവിക്കുകയും വേണം. ഇറാന് വെള്ളം കിട്ടില്ല, കുടിവെള്ളം കിട്ടുന്നില്ലെങ്കിൽ ലോകത്ത് ആർക്കും കുടിവെള്ളം കിട്ടണ്ട എന്നൊരു സിദ്ധാന്തത്തിലേക്ക് ഞങ്ങൾ നീങ്ങും. ഞങ്ങളുടെ കപ്പലുകൾ തടയുകയാണെങ്കിൽ പിന്നീട് സർവ്വ മേഖലയിലുള്ള കപ്പലുകളും തടയപ്പെടുന്ന രീതിയിലോ തകർക്കപ്പെടുന്ന രീതിയിലേക്കോ കാര്യങ്ങൾ പോകും. ഇറാൻ എന്ന് പറയുന്ന സർക്കാർ അല്ലെങ്കിൽ ഭരണ സംവിധാനങ്ങൾ താഴിറക്കുക എന്നുള്ള ഒരു മൗഢ്യമായിരിക്കുന്ന ഒരു വിവരക്കേടിൻ്റെ ഭാഗമായിട്ടാണ് ഈ യുദ്ധം തന്നെ ഉണ്ടായത്. നാശവും നഷ്ടങ്ങളും ലോകത്ത് ആകമാനം ഉണ്ടാക്കിയതിൽ അമേരിക്കയ്ക്ക് വലിയ പങ്കുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യുദ്ധം നിർത്താൻ തയ്യാറാണ്. തങ്ങൾ മുന്നോട്ട് വെക്കപ്പെട്ട നിർദ്ദേശങ്ങൾ അപ്പടി സ്വീകരിക്കുകയും അതിന് മാന്യമായിരിക്കുന്ന പ്രതികരണം നൽകുകയും ചെയ്യണം. പരസ്പരം അങ്ങോട്ട് വിശ്വാസത്തിലെടുത്തുകൊണ്ട് രാജ്യങ്ങൾ പരസ്പരം വിശ്വാസത്തിലെടുക്കുകയും ബഹുമാനിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ സംസാരിക്കേണ്ടത്. ഇപ്പോൾ പാകിസ്ഥാൻ നടത്തിയിരിക്കുന്ന ഈ വെടിനിർത്തൽ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും വിദ്യാഭ്യാസം കൂടിയിരിക്കുന്ന ആൾക്കാരാണ് ആ ചർച്ചാ സംബന്ധമായ കാര്യത്തിന് ഇറാനിൽ നിന്ന് പോയത്. അതായത് വിദ്യാഭ്യാസ മന്ത്രി, അവിടുത്തെ ഈ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അറാഞ്ചി PhD നേടിയ വ്യക്തിയാണ്. രാഷ്ട്രീയത്തിൽ PhDയും അതില്ലാത്ത PhD 2 PhD എങ്ങനെ അദ്ദേഹം നേടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സമാനമായ രീതിയിൽ വിദ്യാഭ്യാസമുള്ളവർ വലിയ രീതിയിലുള്ള ഈ ഗവൺമെൻറ് തലത്തിൽ വലിയ പ്രാക്ടിക്കൽ സർവീസ് ചെയ്ത ആളുകളാണ് പോയത്. മറുപക്ഷത്ത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം എല്ലാം ബിസിനസ്സുകാരാണ്. ലാഭം മാത്രം ഉദ്ദേശിക്കുകയും ഈ യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിലെങ്ങനെ വരുമാനം ഇരട്ടിയാക്കാം എന്ന് ചിന്തിക്കുന്ന വിഭാഗവും വിദ്യാഭ്യാസമുള്ള സാമൂഹ്യപരമായിരിക്കുന്ന ബന്ധങ്ങളുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിയുന്ന വിഭാഗവും തമ്മിൽ പരസ്പരം ചർച്ച ചെയ്താൽ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവില്ല. തത്തുല്യരായിരിക്കുന്ന ആളുകൾ വേണം എന്നുള്ള അഭിപ്രായം ഇപ്പോൾ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് പുറത്ത് വന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരു ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയുടെ വൈസ് പ്രസിഡന്റിനെ ഒരു കോൾ ചെയ്തതോടുകൂടി തന്നെ അവസാനിക്കുന്ന രീതിയിലേക്കാണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ വെടിനിർത്തൽ കാര്യങ്ങൾ നീങ്ങിയത്. അത്രയേ ഉള്ളൂ. ഒരു കോൾ കൊണ്ട് അവസാനിക്കാൻ മാത്രമേ അമേരിക്ക ഉള്ളൂ എന്ന് തെളിയിച്ചതാണ് ഈ നിലവിലെ മധ്യസ്ഥ ശ്രമം എന്നുകൂടി അവർ പറയുകയാണ്. അപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം ഇങ്ങനെയാണ്: ഏതൊക്കെ മേഖലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ അമേരിക്ക, അതിൻ്റേതായിരിക്കുന്ന പരിണത ഫലം അവരും അവരുടെ സഖ്യകക്ഷികളും അനുഭവിക്കേണ്ടി വരും. ഞങ്ങൾ യുദ്ധം നിർത്തിയിട്ടില്ല, യുദ്ധം നിർത്താൻ ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുമില്ല. യുദ്ധം ഏറ്റവും മാന്യമായ രീതിയിലല്ലാത്ത രീതിയിൽ യുദ്ധം അവസാനിക്കുകയില്ല. തങ്ങളുടെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഇടപെടൽ അമേരിക്ക നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് തങ്ങൾ ധിക്കരിക്കുകയും അതിനെതിർത്ത് ഞങ്ങൾ സംസാരിക്കുകയും ചെയ്യും. അത് സ്വാഭാവികമാണ്, തങ്ങളുടെ അവകാശമാണ്. ആ തരത്തിലാണ് ഇപ്പോഴത്തെ വിഷയകാര്യങ്ങൾ പോകുന്നത്. ഒരു തരത്തിലും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക പറയുന്ന ഏകാധിപത്യ സമീപന രീതിയോട് സഹകരിക്കുകയില്ല എന്നുള്ളതും അതിനെ എതിർത്ത് തന്നെ മുന്നോട്ട് പോകാൻ മാത്രം ബലവും ശക്തിയുമുണ്ട്. എല്ലാവിധ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട പ്രോക്സി വിഭാഗത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള സർവ്വ കടലിടുക്കും അടക്കുന്നതിനെക്കുറിച്ചാണ് തങ്ങൾ ആലോചിക്കുന്നത് എന്നുള്ളതും ഇതിൻ്റെ ദുരന്തമായിരിക്കുന്ന പരിണത ഫലം ലോകം മുഴുവനും അനുഭവിക്കുന്ന സമയത്ത് മാത്രമേ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെ കണ്ണു തുറക്കൂ എന്നും ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ പ്രതികരിച്ചിരിക്കുന്നത്.